ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. അപ്പം നമ്മൾ ഇൻഡേഴ്സ് 37 പ്രൊവിഷൻ കണ്ടിജന്റ് അസറ്റ് ആൻഡ് ലാബിലിറ്റി എന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ യൂസസ് ഓഫ് പ്രൊവിഷൻ എന്ന പോർഷനാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷൻസ്, അതായത് പ്രൊവിഷൻ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷനിൽ പറയുന്ന കാര്യം നമുക്കതിൻ്റെ രത്ന ചുരുക്കം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രൊവിഷൻ സെറ്റ് ചെയ്തത് ആ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി തന്നെ പ്രൊവിഷൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ആ ഒരു സ്പെസിഫിക് പർപ്പസിന്, അതായത് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് രത്ന ചുരുക്കം. അതായത് പ്രൊവിഷൻ ഒരിക്കലും വക മാറ്റി ചെലവഴിക്കാൻ പാടില്ല. വക മാറ്റി ചെലവഴിക്കാൻ ഉദ്ദേശിച്ചത് ഈ ഇൻകം ടാക്സ് അല്ലാതെ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പോയിന്റ്. എ പ്രൊവിഷൻ ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ എക്സ്പെൻഡിച്ചർ ഫോർ വിച്ച് the provision was originally recognized and not for another purpose. Setting expenditure against a provision that was originally recognized for another purpose would conceal the impact of two different events. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തത് അല്ലെങ്കിൽ പ്രൊവിഷൻ സെറ്റ് ചെയ്തത് ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം പ്രൊവിഷൻ യൂസ് ചെയ്യുക. പ്രൊവിഷൻ ഒരിക്കലും ആ പറഞ്ഞ പർപ്പസ് അല്ലാതെ വേറൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇൻകം ടാക്സിന് വേണ്ടി സെറ്റ് ചെയ്ത പ്രൊവിഷൻ നമുക്ക് ഒരിക്കലും ഡിപ്രീസിയേഷന് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ രണ്ട് ഈവൻറ്റിനെയും എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ രണ്ട് ഈവൻറ്റിനെയും ഇമ്പാക്റ്റ് ചെയ്യും, അത് ഓർഗനൈസേഷനെ മിസ്ലീഡ് ചെയ്യും. സോ അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്പറേറ്റിംഗ് ലോസസിൻ്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവിഷൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, പ്രൊവിഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. പ്രൊവിഷൻ ഷുഡ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ഫോർ ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസസ്. ദിസ് ഈസ് ബിക്കോസ് ദേ ഡു നോട്ട് മീറ്റ് ദ ഡെഫിനിഷൻ ഓഫ് എ ലയബിലിറ്റി ആൻഡ് ദ ജനറൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ. എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലോസസ് പ്രൊവിഷൻ ഉപയോഗിച്ച് മീറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ പ്രൊവിഷൻ ഉപയോഗിച്ച് റെക്കഗ്നൈസ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ അതൊരിക്കലും എന്തില്ല, ലാബിലിറ്റി എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ഓപ്പറേറ്റിംഗ് ലോസസ് ഒരിക്കലും ലാബിലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രൊവിഷൻ എന്താണ്, ലാബിലിറ്റി നാച്ചുറാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഓപ്പറേറ്റിംഗ് ലോസസ് ഒരിക്കലും ലാബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കേസിൽ പ്രൊവിഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല. സെക്കൻഡായിട്ട് പറയുന്നത് ജനറൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് 3 ജനറൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ 3 നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം, എക്കണോമിക് ഔട്ട്ഫ്ലോ ഉണ്ടാവണം, കൃത്യമായിട്ട് വേല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു 3 റെക്കഗ്നീഷൻ ക്രൈറ്റീരിയയും ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലോസസിൻ്റെ കേസിൽ അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഓപ്പറേറ്റിംഗ് ലോസസ് മീറ്റ് ചെയ്യാൻ പ്രൊവിഷൻ യൂസ് ചെയ്യുന്നില്ല. സോ നമ്മളിപ്പോൾ പറഞ്ഞത് പ്രധാനമായും 2 പോയിൻ്റാണ്. അപ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷൻ പറഞ്ഞത് 2 പോയിൻ്റാണ്. ആദ്യത്തെ ഏരിയ എന്താണെന്ന് വെച്ചാൽ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ പ്രൊവിഷൻ സെറ്റ് ചെയ്തത് ആ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രൊവിഷൻ യൂസ് ചെയ്യുക. ഒരിക്കലും അതല്ലാതെ വേറൊരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത പ്രൊവിഷൻ എന്ത് ചെയ്യുക, ഇൻകം ടാക്സിന് അല്ലെങ്കിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ചിലവഴിക്കുക, അല്ലെങ്കിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ മാത്രം ചിലവഴിക്കുക. അതൊരിക്കലും വേറെ ഡിപ്രീസിയേഷനോ വേറെ ഒരു പ്രൊവിഷനോ യൂസ് ചെയ്യാൻ പറ്റൂല. സെക്കൻഡായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് ലോസസ് നമ്മൾ ഒരിക്കലും പ്രൊവിഷൻ ഉപയോഗിച്ച് മീറ്റ് ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 പോയിന്റ്. സോ 2 പോയിന്റും കൃത്യമായിട്ട് ഓർമ്മിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടേമാണ്. നിങ്ങൾ പലവർക്കും പുതിയൊരു ടേമായിരിക്കും, ഒനേറസ് കോൺട്രാക്ട്സ്. അപ്പോൾ ഈ ഒരു ടേം കേട്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ ഒരു വലിയ സംഭവമാണ്. അങ്ങനെ ഒരു ചിന്താഗതി ഒന്നും ഉണ്ടെങ്കിൽ വേണ്ട, സംഭവം സിമ്പിളാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റ് പ്രകാരം നമുക്കുണ്ടാവുന്ന അൺഅവോയ്ഡബിൾ കോസ്റ്റ് കൂടുതലും എക്കണോമിക് ബെനിഫിറ്റ്സ് കുറവുമായിരിക്കും. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് ഒനേറസ് കോൺട്രാക്ട്സ് എന്ന് വിളിക്കാം.
സോ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അതായത് ഒന്നുമില്ല, നമുക്കുണ്ടാവുന്ന എക്കണോമിക് ബെനിഫിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷേ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് കൊണ്ടുണ്ടാകുന്ന കോസ്റ്റ് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് ഒനേറസ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒനേറസ് കോൺട്രാക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് വേക്കൻ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഞാനിപ്പോൾ പേരാമ്പ്രയുള്ള ഒരു ഓർഗനൈസേഷൻ XYZ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരാളാണ്. ഈ ഒരു ഓർഗനൈസേഷൻ എന്തിട്ടുണ്ട്, വേറെ ഓർഗനൈസേഷനിൽ ഒരു പ്രോപ്പർട്ടി ലീസിന് എടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടി ലീസിന് എടുത്തതെന്ന് വെച്ചാൽ 5000 രൂപയ്ക്കാണ് ലീസിന് എടുത്തത്. ഞാൻ എന്ത് ചെയ്യണം? മാസത്തിൽ 5000 രൂപ അവർക്ക് പേ ചെയ്യണം. ഞാനത് ലീസിന് എടുത്തു കഴിഞ്ഞു. പക്ഷേ എനിക്കത് ചില കാരണങ്ങൾ കൊണ്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അവിടെ വേക്കൻ്റ് ആയിട്ട് കിടന്നു. സോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് എൻ്റെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ല. കാരണം അവിടെ വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. പക്ഷേ നമ്മൾ പേ ചെയ്യേണ്ട അവിടെ അൺഅവോയ്ഡബിൾ കോസ്റ്റ് ഒരുപാടുണ്ട്. അൺഅവോയ്ഡബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്, ആ പ്രോപ്പർട്ടി മെയിൻറ്റെയിനിങ് കോസ്റ്റ് ഉണ്ട്, കൂടാതെ ലീസ് റെൻ്റ് ഉണ്ട്. 5000 രൂപ ഞാൻ എന്ത് ചെയ്യണം? പെർ മന്ത് പേ ചെയ്യണം. കൂടാതെ ആ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് പൈസ ചിലവഴിക്കണം. സോ ഈ ഒരു കേസിൽ, ഈ ഒരു വേക്കൻ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീൻ്റെ കേസിൽ എൻ്റെ XYZ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന എക്കണോമിക് ബെനിഫിറ്റ് കുറവും, പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന അൺഅവോയ്ഡബിൾ കോസ്റ്റ് കൂടുതലുമാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് കൊണ്ട്. സോ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഒനേറസ് കോൺട്രാക്ട്സ് എന്ന് വിളിക്കാം. നമുക്ക് എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒനേറസ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് the unavoidable cost of fulfilling the obligation under the contract exceed the economic benefit from it. Vacant leasehold property is an example. The entity is under an obligation to maintain the property but it is not receiving income from it. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവുന്ന എക്കണോമിക് ബെനിഫിറ്റ് കുറവും, പക്ഷെ നമ്മൾ പേ ചെയ്യേണ്ട കോസ്റ്റ് കൂടുതലുമാണെങ്കിൽ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് ഒനേറസ് കോൺട്രാക്ട്, അതായത് ഇൻഡേഴ്സ് 37 പ്രകാരമാണ് പറയുന്നത് കേട്ടോ. ഇൻഡേഴ്സ് 37 പ്രകാരമാണ് ഈ ഒനേറസ് കോൺട്രാക്റ്റുടെ ഡെഫിനിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു ഇൻഡേഴ്സ് 37 പ്രകാരം ഇങ്ങനെയുള്ള കോൺട്രാക്റ്റ് നമുക്ക് ഒനേറസ് കോൺട്രാക്ട് എന്ന് വിളിക്കാം. സോ ഒനേറസ് കോൺട്രാക്റ്റിന് ഉദാഹരണമായിട്ട് പറയുന്നത് വേക്കൻ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ പ്രോപ്പർട്ടി ലീസിനെടുത്തു, പക്ഷേ അത് ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? മാസാമാസം ലീസ് റെൻറ്റും അതിൻ്റെ മെയിൻറ്റെയിനിങ് കോസ്റ്റും നമ്മൾ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യണം. സോ ഇങ്ങനെയുള്ള കേസിൽ കോസ്റ്റ് കൂടുതലും എക്കണോമിക് ബെനിഫിറ്റ് കുറവുമായിരിക്കും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒനേറസ് കോൺട്രാക്റ്റ് എന്ന് സിമ്പിളായിട്ട് വിളിക്കാം. സോ ഒനേറസ് കോൺട്രാക്റ്റ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഒനേറസ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിളാണ്. ഈ ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ കൃത്യമായിട്ട് കത്തും. എ കമ്പനി ഹാസ് എ lease on a property at rental of rupees 10 lakh per year. There are 10 years remaining on the lease. The market rent is rupees 6 lakh per year. The company no longer occupies the property and it is not used in the business. A sublease non-cancellable on the property has been arranged at the rent of rupees 6 lakh per year for the remaining 10 years on the lease. Determine the provision that is required to be provided. അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓർഗനൈസേഷൻ പ്രോപ്പർട്ടി റെൻറ്റിന് എടുക്കുന്നുണ്ട്. പ്രോപ്പർട്ടി റെൻറ്റിന് എടുക്കുമ്പോൾ 10 ലക്ഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ടത്. ഇങ്ങനെ 10 വർഷത്തേക്കാണ് പ്രോപ്പർട്ടി എടുക്കുന്നത്. ഈ എടുത്ത പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് റെൻറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ റെൻറ്റിന് എടുക്കുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ്, 10 വർഷത്തേക്കാണ് എടുക്കുന്നത്. അതിൻ്റെ മാർക്കറ്റ് റെൻറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയ്ക്കാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇതൊരു നമ്മുടെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളത് സബ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ വേറൊരാളിടുന്ന് റെൻറ്റിന് എടുത്ത സാധനം എന്ത് ചെയ്യുന്നത്? നമ്മൾ മറച്ചു വെക്കുക എന്നെല്ലാം പറയുന്നില്ലേ? ഈ ഒരു കോൺസെപ്റ്റാണ് സബ് റെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി റെൻറ്റിനെടുത്തു, അല്ലെങ്കിൽ ലീസിനെടുത്തു. അതെന്ത് ചെയ്യുന്നുണ്ട്? വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 6 ലക്ഷം, ഒരു വർഷം 6 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. 10 വർഷത്തേക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ലീസിന് കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ, ഈ ഒരു കേസ് പ്രൊവിഷൻ കാണേണ്ടതുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കാം. നമ്മൾ ഒരു വർഷം കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 10 വർഷത്തേക്കാണ് എഗ്രിമെൻറ്റ്.
കൂടാതെ നമ്മൾ സബ് ലീസിന് കൊടുക്കുന്നുണ്ട്. സബ് ലീസിന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ 10 വർഷത്തേക്ക് കിട്ടും. സോ ചോദ്യം ഇതാണ്, നമ്മുടെ പ്രൊവിഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ട പ്രൊവിഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ സൊല്യൂഷനിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. ദ പ്രോപ്പർട്ടി ഈസ് നോട്ട് ഓക്യുപ്പൈഡ് ബൈ ദ കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്ത് ചെയ്യുന്നില്ല, ബിസിനസ്സിൽ അത് യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒക്യുപ്പൈ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കിയ കാര്യമാണ്. ലീസ് കോൺട്രാക്ട് ഈസ് നൗ ക്യാൻസലബിൾ. In this contract, the unavoidable cost lease payment exceed the expected economic benefit not occupied by sublease by the company. അപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കുണ്ടാവുന്ന എക്കണോമിക് ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവുന്നുണ്ട്, നമുക്ക് കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നമ്മൾ ലീസ് റെൻറ്റ് പേ ചെയ്യേണ്ടത് ഒരു വർഷത്തേക്ക് 10 ലക്ഷം രൂപയാണ്. അങ്ങനെ 10 വർഷത്തേക്കാണ് നമ്മൾ പേ ചെയ്യുന്നത്. അതായത് 10 × 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയാണ് നമ്മൾ 10 വർഷത്തേക്ക് എന്ത് ചെയ്യേണ്ടത്, പേ ചെയ്യേണ്ടത്. ഈ ഒരു കോൺട്രാക്ട് പ്രകാരം നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതായത് നമ്മൾ സബ്ലീസിന് കൊടുത്തിട്ടുണ്ട്. സബ്ലീസിന് കൊടുത്തപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്നത് 6 ലക്ഷം രൂപയാണ്. ഇങ്ങനെ 6 ലക്ഷം രൂപ 10 വർഷത്തേക്ക് കിട്ടിയാൽ 60 ലക്ഷം. സോ നമ്മൾ ചിലവഴിക്കുന്ന എമൗണ്ട് 1 കോടിയും നമുക്ക് കിട്ടുന്ന എമൗണ്ട് 60 ലക്ഷവുമാണ്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്, അവിടെ ഒരു ലോസാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന എക്കണോമിക് ബെനിഫിറ്റ് കുറവായിരിക്കും. ഈ ഒരു എക്കണോമിക് ബെനിഫിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രൊവിഷൻ മീറ്റ് ചെയ്യണം. ആ പ്രൊവിഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 കോടി മൈനസ് 60 ലക്ഷം, 40 ലക്ഷം രൂപയാണ് നെറ്റ് പ്രൊവിഷൻ ടു ബി റെക്കഗ്നൈസ്ഡ്. സോ കോൺസെപ്റ്റ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലീസിന് എടുക്കുന്നുണ്ട്. ലീസ് റെൻ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ 10 വർഷത്തേക്ക് എന്താണ്, 10 × 10 ലക്ഷം 1 കോടി രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ് ലീസിന് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ടൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ, അത് 6 ലക്ഷം രൂപയാണ്. സോ 6 ലക്ഷം × 10 60 ലക്ഷം, 1 കോടി മൈനസ് 60 ലക്ഷം 40 ലക്ഷം നമുക്ക് കിട്ടുന്നു. അതാണ് എന്ത്, നെറ്റ് പ്രൊവിഷൻ ടു ബി റെക്കഗ്നൈസ്ഡ്. സോ കോൺസെപ്റ്റ് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് പ്രൊവിഷൻ ഫോർ റീസ്ട്രക്ചറിങ്. ജസ്റ്റ് ഒരു തിയററ്റിക്കൽ ഏരിയ ആണ്. റീസ്ട്രക്ചറിങ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. റീസ്ട്രക്ചറിങ്ങിൻ്റെ ഉദാഹരണങ്ങളും ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷനും അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. റീസ്ട്രക്ചറിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ് ബൈ മാനേജ്മെൻറ്റ് ദാറ്റ് materially change either the scope of business or the manner in which that business is conducted. So റീസ്ട്രക്ചറിങ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ആകെയുള്ള സ്കോപ്പ് മാറ്റുക, അല്ലെങ്കിൽ എന്താണ്, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഇപ്പം മെർജർ എന്നെല്ലാം കേട്ടിട്ടില്ല. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, വോഡഫോണും ഐഡിയയും മെർജ് ചെയ്ത് VI എന്ന് പറഞ്ഞൊരു പുതിയ ബ്രാൻഡായി. അവിടെ എന്താണ്, ഇതൊരു കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിന് ഒരു ഉദാഹരണമാണ്. സോ ഇങ്ങനെയുള്ള പർപ്പസിനെയാണ് റീസ്ട്രക്ചറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീസ്ട്രക്ചറിങ് മൂലം ഒന്നുകിൽ എന്തുണ്ടാവാം, ബിസിനസ്സിൻ്റെ സ്കോപ്പിൽ മാറ്റം ഉണ്ടാവാം, അതല്ലെങ്കിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവാം. സോ റീസ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻറ്റേർണൽ റീസ്ട്രക്ചറിങ് എന്ന് വെച്ചാൽ വിത്തിൻ ദ മാനേജ്മെൻ്റ് ആണ്. അടുത്തത് എക്സ്റ്റേണൽ റീസ്ട്രക്ചറിങ് ആണ്. എക്സ്റ്റേണൽ റീസ്ട്രക്ചറിങ്ങിലാണ് ഞാൻ പറഞ്ഞ മെർജർ, അക്വിസിഷൻ, ടേക്ക് ഓവർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നിങ്ങളിത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താണ്, നമ്മുടെ കറണ്ട് സെനറിയുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞതാണ്. സോ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഇവിടെ റീസ്ട്രക്ചറിൻ്റെ കേസ് നിങ്ങൾ ഓർമ്മിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ വേ ഓഫ് ഓപ്പറേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്കോപ്പ് അതല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുന്നുണ്ട്, വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. റീസ്ട്രക്ചറിങ് 2 രീതിയിലുണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റീസ്ട്രക്ചറിങ്. എക്സ്റ്റേണൽ റീസ്ട്രക്ചറിങ്ങിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് മെർജർ, അക്വിസിഷൻ ഒക്കെ. അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ദ എക്സാമ്പിൾസ് ഓഫ് ഈവൻറ്റ്സ് ദാറ്റ് മേ ഫോൾ അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് റീസ്ട്രക്ചറിങ് ആസ് ഫോളോസ്. റീസ്ട്രക്ചറിങ്ങിന് ഉദാഹരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. സെയിൽ ഓഫ് ടെർമിനേഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, 5 ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏരിയ നമ്മൾ ഒഴിവാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കേട്ട ഒരു കമ്പനിയാണ് ITC, ഇന്ത്യൻ ടൊബാക്കോ കമ്പനി. ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയുടെ അവരൊരുപാട്
ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിന് തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സോപ്പ്, ലേസ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, സോപ്പ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ലൈൻ അവർ ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ അത് വിൽക്കുകയാണ്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് റീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. റീസ്ട്രക്ചറിങ്ങിന് ഉദാഹരണമായിട്ട് പറയുന്നത് വെച്ചാൽ എന്താണ്, നമ്മളൊരു ബിസിനസ് ലൈൻ ഒഴിവാക്കുന്നത് നമ്മുടെ ഓപ്പറേഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണമാണ് അത്. ITC, ഇന്ത്യൻ ടൊബാക്കോ കമ്പനി, അവരുടെ ബിസിനസ് ലൈനിൽ നിന്ന് സോപ്പ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, റീസ്ട്രക്ചറിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് പറയുന്നത് ക്ലോസർ ഓഫ് ബിസിനസ് ലൊക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ITCയുടെ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ITC മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ അവരുടെ മുംബൈയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാലും ഇത് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് ചേഞ്ചസ് ഇൻ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. സോ മാറ്റങ്ങൾ വരുത്തുന്നത് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് റീസ്ട്രക്ചറിങ് നടത്തുന്നത്. നാലാമത് പറയുന്നത് ഫണ്ടമെൻ്റൽ റീ ഓർഗനൈസേഷൻ ഓഫ് കമ്പനി. അതായത് കമ്പനിയുടെ സ്കോപ്പും ഒബ്ജക്റ്റീവും ഒക്കെ മാറ്റിയിട്ട് അത് റീഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാലും അത് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ റീസ്ട്രക്ചറിങ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. റീസ്ട്രക്ചറിങ് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്കോപ്പ് ഒക്കെ മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീസ്ട്രക്ചർ എന്ന് പറയുന്നത്. റീസ്ട്രക്ചറിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റീസ്ട്രക്ചറിങ്. ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഔട്ട്സൈഡുമായിട്ട് നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുന്നതിനാണ്. റീസ്ട്രക്ചറിന് ഉദാഹരണം പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ബിസിനസ് ലൈന് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. രണ്ട് പറയുന്നത് വെച്ചാൽ ബിസിനസ് ലൊക്കേഷൻ ക്ലോസ് ചെയ്യുന്നു. മൂന്നാമത് മാനേജ്മെൻറ്റ് സ്ട്രക്ചർ മാറ്റുന്നു. നാലാമതായിട്ട് ഉദാഹരണം പറയുന്നത് വെച്ചാൽ റീഓർഗനൈസേഷൻ ഓഫ് കമ്പനി. സോ ഇത്രയും കാര്യങ്ങൾ റീസ്ട്രക്ചറിങ്ങിന് ഉദാഹരണങ്ങളാണ്. സോ റീസ്ട്രക്ചറിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. റീസ്ട്രക്ചറിങ്ങുമായിട്ട് ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് റെക്കഗ്നീഷൻ ഓഫ് റീസ്ട്രക്ചറിങ് കോസ്റ്റ്. റീസ്ട്രക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയ. നമ്മൾ ഓൾറെഡി 3 ജനറൽ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ആ ജനറൽ ക്രൈറ്റീരിയയ്ക്ക് പുറമെ നമ്മൾ 2 ക്രൈറ്റീരിയ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എ പ്രൊവിഷൻ ഫോർ റീസ്ട്രക്ചറിങ് കോസ്റ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ദ ജനറൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഷുഡ് ബി മെറ്റ്. ബിസൈഡ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഷുഡ് ഓൾസോ മെറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 3 ജനറൽ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് പാസ്റ്റ് ഈവൻ എന്നാണ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവേണ്ടത്. അവിടെ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടാവണം. ഉണ്ടായ എമൗണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ഒരു 3 റെഗുലേഷൻ ക്രൈറ്റീരിയക്ക് പുറമെ വേറൊരു റീസ്ട്രക്ചറിങ്ങിൻ്റെ കേസിൽ ഒരു 2 എക്സ്ട്രാ ക്രൈറ്റീരിയ കൂടി ഉണ്ട്. ഈ 2 എക്സ്ട്രാ ക്രൈറ്റീരിയ കൂടി സാറ്റിസ്ഫൈ ചെയ്ത ആളാണ് ഈ ഒരു റീസ്ട്രക്ചറിങ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്യാരി ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ എന്ന് പറയുന്നത് എൻ എൻറ്റിറ്റി മസ്റ്റ് ഹാവ് എ ഡീറ്റെയിൽഡ് ഫോർമൽ പ്ലാൻ ഫോർ ദ റീസ്ട്രക്ചറിങ്. അപ്പോൾ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. കാരണം എന്താണ്, അത് ബിസിനസ്സിൻ്റെ സ്കോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മാറ്റുന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. കാരണം കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അത് സക്സസ് ആക്കാൻ വേണ്ടി പറ്റൂ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ഹാവ് റൈസ്ഡ് എ വാലിഡ് എക്സ്പെക്ടേഷൻ ദാറ്റ് വിൽ ക്യാരി ഔട്ട് ദ റീസ്ട്രക്ചറിങ് by starting to implement that plan or announce the main features. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റീസ്ട്രക്ചറിങ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷനിൽ എന്തുണ്ടാവണം, മാറ്റങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടെ ഒരു വാലിഡ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവണം. ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ബിസിനസ് എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യണം. സോ 2 റെക്കഗ്നീഷൻ ക്രൈറ്റീരിയയിൽ 2 പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ വേണം. രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഒരു കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഈ ഒരു റീസ്ട്രക്ചറിങ്ങിൽ എന്തുണ്ടാവണം, വാലിഡ് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവണം. അതെന്ത് ചെയ്യണം, ഈ ഒരു റീസ്ട്രക്ചറിങ്ങിലേക്ക് നയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ 2 പോയിൻറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഈ ഒരു റീസ്ട്രക്ചറിങ് പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ റീസ്ട്രക്ചറിങ് എന്താണെന്ന് പഠിച്ചു. അത് പ്രൊവിഷൻ എന്ന് പറഞ്ഞൊരു
ഏരിയയിൽ എന്താണ് റീസ്ട്രക്ചറിങ്ങിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എക്സ് ലിമിറ്റഡ്, എ പെട്രോ കെമിക്കൽ കമ്പനി ഈസ് ലോസിങ് മണി വിച്ച് ലീഡ്സ് ടു റീഓർഗനൈസേഷൻ ഓഫ് ദ ഫേം, മേക്കിംഗ് redential at a cost of rupees 10 million. It is also spend 1 million on retaining, 2 million on new equipment and suffer 1 million on operating loss before the break even. How much restructuring provision shall be made? അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു ഓർഗനൈസേഷൻ എന്തുണ്ട്, ഒരു കെമിക്കൽ കമ്പനിയാണ്, അതെന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ലോസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് റീ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റീസ്ട്രക്ചറിലേക്ക് നയിക്കുന്നത്. സോ റീസ്ട്രക്ചറിങ്ങിൻ്റെ കാരണമായിട്ട് പറയുന്നത് ബിസിനസ്സിന് ലോസ് ഉണ്ടാകുന്നുണ്ട്. സോ അങ്ങനെ ലോസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10 million ആണ്. കൂടാതെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, 1 million രൂപ റീറ്റെയിനിങ്ങിന് വേണ്ടിയും 2 million എക്യുപ്മെൻറ്റിന് വേണ്ടിയിട്ടും 1 million ഓപ്പറേറ്റിംഗ് ലോസസ് ആയിട്ടും ചിലവഴിക്കുന്നുണ്ട്. സോ റീസ്ട്രക്ചറിങ്ങിൻ്റെ പ്രൊവിഷൻസ് എത്രയാണ് എന്നുള്ളതാണ്, നമ്മൾ റീസ്ട്രക്ചറിങ്ങിൻ്റെ പ്രൊവിഷനായിട്ട് ഉപയോഗിക്കേണ്ട എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ആൻസർ സൊല്യൂഷനിലേക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ദ റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ വിൽ ബി ലിമിറ്റഡ് ടു 10 million. 10 million മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടൂ, റീസ്ട്രക്ചറിങ് പ്രൊവിഷനായിട്ട് ഉപയോഗിക്കേണ്ടതുള്ളൂ. കാരണം പറയുന്നത് വെച്ചാൽ ദ കോസ്റ്റ് ഓഫ് റീറ്റെയിനിങ് ന്യൂ എക്യുപ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസസ് ഷുഡ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസസ്. ഇൻ അതർ വേർഡ്, പ്രൊവിഷൻ ഷുഡ് നോട്ട് be made for expenses. Journal entry of provisions is. സോ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 10 ലക്ഷം അല്ല 10 million മാത്രമേ നമ്മൾ പ്രൊവിഷനായിട്ട് കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ള ഐറ്റം കോസ്റ്റ് ഓഫ് റീറ്റെയിനിങ് ആയാലും ന്യൂ എക്യുപ്മെൻറ്റ് കോസ്റ്റ് ആയാലും ഓപ്പറേറ്റിംഗ് ലോസസ് ആയാലും അവ പ്രൊവിഷനിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു എക്സ്പെൻസസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊവിഷനിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. സോ റീസ്ട്രക്ചറിങ് കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 10 million ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു 10 million മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞത് റീസ്ട്രക്ചറിങ് കോസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 10 million ടു പ്രൊവിഷൻ 10 million. സോ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യ 37 റീസ്ട്രക്ചറിങ് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ റീസ്ട്രക്ചറിങ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റീസ്ട്രക്ചറിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഈ ഒരു ഇന്ത്യ 37 എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ നമ്മൾ 10 million മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റീസ്ട്രക്ചറിങ് കോസ്റ്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ. അതിൻ്റെ ജേണൽ എന്ന് പറയുന്നത് റീസ്ട്രക്ചറിങ് കോസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 10 million ടു പ്രൊവിഷൻ 10 million ആണ്. സോ റീസ്ട്രക്ചറിങ് വ്യക്തമായി. ഈ റീസ്ട്രക്ചറിങ്ങിൻ്റെ കേസിൽ ഇന്ത്യ 37 അല്ലെങ്കിൽ പ്രൊവിഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ലാസ്റ്റ് ഏരിയ എക്സാമ്പിൾ ഓഫ് പോസിബിൾ പ്രൊവിഷൻസ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് പ്രൊവിഷനാണ്. ഈ ഒരു പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ ഇനിയും സംശയങ്ങൾ ഉള്ളവർ ഉണ്ടാവാം, അല്ലെങ്കിൽ വ്യക്തമായി ക്ലിയർ കട്ടായിട്ട് വ്യക്തമാവാത്തവർ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അവസാന ഭാഗത്ത് ഈ ഒരു എക്സാമ്പിൾ ഓഫ് പോസിബിൾ പ്രൊവിഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ആദ്യം പറയുന്നത് വാറണ്ടിയാണ്. വാറണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, വാറണ്ടി കിട്ടാറുണ്ട്. ഞാനിപ്പോൾ ഒരു വാച്ച് വാങ്ങിക്കഴിഞ്ഞാൽ വാച്ചിന് 1 വർഷം വാറണ്ടി ഉണ്ട്. അങ്ങനെ വാറണ്ടി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ വാച്ച് വാങ്ങി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് വാറണ്ടി ഉണ്ടാവുന്നത്. സോ നമുക്ക് ഓർഗനൈസേഷൻ വാറണ്ടി തരുന്നുണ്ട്. ഇങ്ങനെ വാറണ്ടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർട്ടൈൻ എമൗണ്ട് പ്രൊവിഷനായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു വാറണ്ടി ഉദാഹരണമായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എക്സ്പ്ലനേഷൻ ഒന്ന് പരിശോധിക്കാം. വാറണ്ടി ദസ് ആർ ആർഗ്യൂഡ് ടു ബി ജെന്യൂൻ പ്രൊവിഷൻ. ദസ് ഈസ് ബിക്കോസ് ദേ ആർ പ്രോബബിൾ ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഹെൻസ് ദർ ഈസ് എ ലീഗൽ ഒബ്ലിഗേഷൻ. സോ പ്രൊവിഷൻ ഷുഡ് മെയ്ഡ് ഓൺ വാറണ്ടീസ്. അപ്പോൾ പറയുന്ന കാര്യം എന്തേ ഉള്ളൂ, നമ്മൾ ഒരു ഓർഗനൈസേഷൻ നമുക്ക് വാറണ്ടി തരുന്നുണ്ട്. വാറണ്ടി തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട്, പാസ്റ്റ് എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് അവർ സെയിൽ ചെയ്ത് അവർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വാച്ചിൻ്റെ കേസാണെങ്കിൽ വാച്ച് അവർ സെയിൽ ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വാറണ്ടി തരേണ്ടി വരുന്നത്. സോ വാച്ച് സെയിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുക. ഈ പ്രോഫിറ്റിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ വാറണ്ടിക്ക് വേണ്ടി പ്രൊവിഷൻ മീറ്റ് ചെയ്യുന്നത്. സോ വാറണ്ടി എന്താണ്, പ്രൊവിഷൻ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തായിട്ട് പറയുന്നത് വെച്ചാൽ എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷൻ. If the company has an environmental policy such that other
party would expected the companies clean up any contamination, or if the company has broken current environmental legislation, then a provision for environment damage must be made. അപ്പോൾ എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷനിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഇപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ കാര്യമായിട്ട് ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും റൂൾസോ ലെജിസ്ലേഷനോ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫൈനും കാര്യങ്ങളും പേ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷനിലൊക്കെ അധികവും പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനി എന്ന് വെച്ചാൽ മൈനിങ് കമ്പനി, ഈ ഒരു ഏരിയ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസാണ്. കാരണം അവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലെജിസ്ലേഷനൊക്കെ എന്ത് ചെയ്യാൻ വയലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. സോ അങ്ങനെ അവർ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരും എന്ത് ചെയ്യണം, പ്രൊവിഷൻസ് മീറ്റ് ചെയ്യണം. ഈ ഒരു പ്രൊവിഷൻസ് നിന്നാണ് ഉണ്ടായ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നത്. സോ പോസിബിൾ പ്രൊവിഷൻ ഉദാഹരണങ്ങൾ പറഞ്ഞത് ഒന്ന് വാറണ്ടിയാണ്, രണ്ട് എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷനാണ്. പിന്നെ നമ്മൾ കേട്ട ഒരുപാട് പ്രൊവിഷൻ ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ട്, ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട്, കൂടാതെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഉണ്ട്. സോ ഇതൊക്കെ പ്രൊവിഷൻ ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. സോ ഈ ഒരു ക്ലാസ്സോടുകൂടി പ്രൊവിഷൻ എന്ന് പറഞ്ഞ, അതായത് ഇന്ത്യ 37 ആദ്യത്തെ ഏരിയ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ അൺസേർട്ടൈൻ ഈവൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് വെക്കുന്ന ഇതിനെയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അൺസേർട്ടൈൻ ഈവൻറ്റ് മീറ്റ് ചെയ്യണം. ഇങ്ങനെ അൺസേർട്ടൈൻ ഈവൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് ഒരു ഏരിയ എടുത്ത് വെക്കുന്നുണ്ട്. പ്രൊവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചാൽ പ്രൊവിഷൻ്റെ എമൗണ്ട് അത് എപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ടൈമിങ്ങോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അൺസർട്ടൈൻ ആണ്. പ്രൊവിഷൻ ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് വാറണ്ടി ഉണ്ട്. ഇതൊക്കെ പ്രൊവിഷൻ എന്താണ് ഉദാഹരണങ്ങളാണ്. പിന്നെ പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റെക്കഗ്നീഷനും മെഷർമെൻറ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഉദാഹരണ സഹിതം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ഒരു ഏരിയ ഇന്ത്യ 37 പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ നമ്മൾ ഈ ക്ലാസ്സോട് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും സംശയം ഉള്ളവർ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.